നമസ്കാരം. ഈ ക്രിസ്മസിന് നിരവധി സിനിമകൾ നമുക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നാണ് അവസാനത്തെ ചിത്രമായിട്ടുള്ള ബറോസ് എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. കുറെ നാളുകളായിട്ട് ദേ വരുന്നു, ഇപ്പോൾ വരും, ഇന്നലെ വരും, നാളെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗുകളൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സിനിമ അവസാനം ക്രിസ്മസ് ദിനത്തിൽ ഡിസംബർ 25 വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡേറ്റിൽ തന്നെ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സിനിമ കൂടി വന്നതോടുകൂടി തന്നെ ക്രിസ്മസിനുള്ള മത്സരം വളരെ ഗംഭീരമായിട്ടുണ്ട്. നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ഈ ഒരു ക്രിസ്മസിലെ വിന്നർ ആരായിരിക്കും എന്നുള്ളതാണ്. കാരണം ബറോസ് കൂടി എത്തിയാൽ മാത്രമേ നമുക്കത് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കുകയുള്ളായിരുന്നു. എന്ത് തന്നെയായാലും ഒരാഴ്ച മുമ്പേ മറ്റ് സിനിമകളെല്ലാം റിലീസിനെത്തിയിരുന്നു. അതിൽ പ്രധാനമായിട്ടും റിലീസ് ചെയ്ത മാർക്കോ എന്ന് പറയുന്ന സിനിമ ഹെവി പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയിരുന്നു. റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന സിനിമയ്ക്ക് നല്ല അഭിപ്രായം കിട്ടിയിരുന്നു. ED എന്ന് പറയുന്ന സിനിമയ്ക്ക് നല്ല അഭിപ്രായം കിട്ടിയിരുന്നു. റൈഫിൾ ക്ലബ്ബ് ഒരു പക്ഷേ മാർക്കോയുടെ കൂടെ അല്ല റിലീസ് ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ ഗംഭീരമായിട്ടുള്ള ഹിറ്റായി മാറിയേനെ എന്നും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും സിനിമകൾ ഇവിടെ വന്നപ്പോൾ, എല്ലാം പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയ സിനിമകൾ വന്നപ്പോൾ ഏതായിരിക്കും ഈ ക്രിസ്മസ് വിന്നർ ആവാൻ സാധ്യത എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് പൂർണ്ണമായിട്ടും സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ്. അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ ഈ ചാനലിൽ തന്നെ മാർക്കോന്റെ റിവ്യൂ ചെയ്യുന്ന സമയത്തോ മറ്റോ പറഞ്ഞിരുന്നു ഈ ചാനലിന്റെ പേര് മാറ്റുന്നതിനെ കുറിച്ച്. അതിനെക്കുറിച്ച് നിരവധി ആളുകളുടെ ഓപ്ഷൻസ് നമുക്ക് മുന്നിൽ വരികയുണ്ട്. അതിനകത്ത് സെലക്ട് ചെയ്ത ഒരു 4 എണ്ണം ഞാൻ സെലക്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 4 പേരുകൾ മാത്രമല്ല, അത് യൂട്യൂബിൽ അടിച്ചു നോക്കിയിട്ട് വേറെ ഒരു ചാനലിന്റെയും പേര് കാണാത്ത ചാനൽ. കുറെ ആളുകൾ പലതും കമന്റ് ചെയ്തിരുന്നു. നല്ലതായിട്ട് സിനിമാനിയാക്ക് എന്നൊക്കെ പറഞ്ഞ പേര് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷെ ഓൾറെഡി അങ്ങനെയൊക്കെ ഒരു ചാനൽ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടൊക്കെ അങ്ങനെയുള്ള പേരുകളൊക്കെ നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് ബാക്കിയുള്ള ഒരു 4 പേര് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ കയറി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ വോട്ടുകൾ ചെയ്യുക. നിങ്ങളുടെ വോട്ട് അനുസരിച്ച് നമ്മൾ തീർച്ചയായിട്ടും ഈ ചാനലിന് പേര് മാറ്റുന്നതായിരിക്കും. നിങ്ങളുടെ വോട്ടായിരിക്കും, അതായത് നിങ്ങൾ ഇടുന്ന പേരായിരിക്കും ഇനി ഈ ചാനലിൽ ആജീവനാന്തം തുടരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് ED എന്ന് പറയുന്ന സിനിമയെ ഒരു പ്രത്യേക കാറ്റഗറി ആയിട്ട് മാറ്റി വെക്കേണ്ടതായിട്ട് വരും. കാരണം മറ്റ് സിനിമകൾ 2 എണ്ണം കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ 2 സിനിമയും ഭയങ്കര ആക്ഷൻ സിനിമയായിരുന്നു. ബറോസ് എന്ന് പറയുന്ന സിനിമ പൂർണ്ണമായിട്ടും കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഫാമിലി ആയിട്ട് വരുന്ന ആളുകളെ തൃപ്തിപ്പെടുത്താൻ ED എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിക്കും. പക്ഷെ നിർഭാഗ്യവശാൽ അത് ആ ഒരു രീതിയിലുള്ള പെർഫോമൻസ് തിയേറ്ററിൽ കാഴ്ചവെക്കുന്നില്ല. കണ്ടവരെല്ലാം മികച്ച അഭിപ്രായം പറയുന്നുമുണ്ട് എന്നുള്ളതും കൂടി എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ്. ഇനി മാർക്കോയും റൈഫിൾ ക്ലബ്ബും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൈഫിൾ ക്ലബ്ബും അവിടെ ഒരു ചെറിയ ഒരു നെഗറ്റീവ് അടിക്കുകയുണ്ടായി. അത് വേറെ ഒന്നുമല്ല, മാർക്കോയുടെ വയലൻസിനൊപ്പം പിടിച്ചു നിൽക്കാൻ റൈഫിൾ ക്ലബിന്റെ സ്റ്റൈലിന് സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. കാരണം റൈഫിൾ ക്ലബ്ബ് നോർമലി പിടിച്ചിരുത്തേണ്ടത് യുവാക്കളെയാണ്. പക്ഷെ യുവാക്കൾ ആദ്യ ഓപ്ഷനായിട്ട് മാറ്റിയിരിക്കുന്നത് ഉണ്ണിമൂന്നന്റെ മാർക്കോ എന്ന് പറയുന്ന ചിത്രത്തെയാണ്. അതുകൊണ്ട് തന്നെ ആ സിനിമ വലിയ കാര്യമായിട്ട് കളക്ഷൻ നേടുകയും അതിൽ നിന്ന് മിച്ചം പിടിക്കുന്ന കുറച്ച് കാശ് ഈ ഒരു ചിത്രത്തിനും കിട്ടുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലെ അവസ്ഥയിൽ മാർക്കോയെ കവർ ചെയ്തു പോകാനായിട്ട് റൈഫിൾ ക്ലബിന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ റൈഫിൾ ക്ലബിനെയും നമ്മൾ മാറ്റി നിർത്തുന്നു. ഇത് രണ്ടും പോസിറ്റീവ് അഭിപ്രായം കിട്ടിയ സിനിമകളാണെന്നുള്ളത് മറക്കാതിരിക്കുക. അതിനുശേഷം നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്ന മാർക്കോ എന്ന് പറയുന്ന സിനിമയും അതുപോലെ തന്നെ ബറോസ് എന്ന് പറയുന്ന സിനിമയും വെച്ചാണ്. മാർക്കോ എന്ന് പറയുന്ന സിനിമ ഓൾറെഡി 30 കോടിയും 40 കോടിയൊക്കെ കഴിഞ്ഞ് വളരെ ശക്തമായിട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. വർക്കിംഗ് ഡേയ്സിൽ പോലും 4 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കുന്ന സിനിമ. ആദ്യ ദിവസം മുതൽ തന്നെ ഹിന്ദിയിൽ നിന്ന് വലിയ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് 10 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ കയറുന്നുമില്ല. അവിടെ നിന്നുള്ള യൂട്യൂബ് ചാനലുകളുടെയൊക്കെ റിയാക്ഷൻസും അവരുടെ റിവ്യൂസ് ഒക്കെ കേൾക്കുന്നതിൽ നിന്ന് തിയേറ്ററുകളുടെ എണ്ണം കൂടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഇന്നത്തോടു കൂടി തന്നെ അവിടെ വരുൺ ധവാന്റെ ഒരു സിനിമ, ആറ്റ്ലി സംവിധാനം ചെയ്ത സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. ആ സിനിമ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു മറ്റേ ആറ്റ്ലിയുടെ വിജയ് ചിത്രത്തിന്റെ റീമേക്കാന്ന് തോന്നുന്നു, അതിന്റെ പാട്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. അപ്പോൾ അത് എങ്ങനെയായിരിക്കും, അത് ഹിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ സിനിമയുടെ മാർക്കോന്റെ ഹിന്ദി ഓട്ടം അതോടുകൂടി അവസാനിക്കും. പിന്നെ നിൽക്കുന്നത് ബറോസ് എന്ന് പറയുന്ന സിനിമയാണ്. ബറോസും ഈ പറഞ്ഞ പാൻ ഇന്ത്യൻ സിനിമയായിട്ടൊക്കെയാണ് റിലീസ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിലും തമിഴിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള തിയേറ്റർ റെസ്പോൺസ് കേൾക്കുകയുണ്ടായി. എന്തായിരിക്കും തമിഴിലെ അവസ്ഥ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. കാരണം ഇന്നലെ കഴിഞ്ഞ ദിവസം ഇട്ട പ്രിവ്യൂ ഷോയിൽ അവിടത്തെയുള്ള സകല സിനിമാ താരങ്ങളും സിനിമ കണ്ടിട്ട് വളരെ
പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം പറയുകയുണ്ടായി. അവരുടെ ആ ഒരു അഭിപ്രായം അവിടുത്തെ ജനങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അവർ ഫസ്റ്റ് ഷോ തന്നെ നല്ല രീതിയിലുള്ള ആളുകൾ കയറുന്നത് കാണാൻ സാധിച്ചു, അവിടെ നിന്ന് നല്ല അഭിപ്രായം വരുന്നതും കാണാൻ സാധിച്ചു. ഇതെല്ലാം പുറത്തുള്ള കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാം ജന്മദേശമായിട്ടുള്ള കേരളത്തിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ബറോസിന് തിയേറ്ററുകൾ കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും മാർക്കോ ഹിറ്റ് ആയതുകൊണ്ടും മറ്റ് 2 സിനിമകൾക്കും പോസിറ്റീവ് അഭിപ്രായം കിട്ടിയിരിക്കുന്നത് കൊണ്ടും അവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന തിയേറ്ററുകൾ ആരും മാറി വന്നിട്ടില്ല. നേരത്തെ എഗ്രിമെന്റ് വെച്ച സിനിമകൾ മാത്രമാണ്, അല്ലെങ്കിൽ തിയേറ്ററുകൾ മാത്രമാണ് ബറോസ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അതൊരു മൈനസ് ഘടകമായിട്ട് കാണാം. ഒരുപക്ഷെ മലയാളത്തിലെ ഈ വർഷത്തെ എന്താ പറയാ ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് റെക്കോർഡ് തീർച്ചയായിട്ടും ടർബോന്റെ പേരിൽ തന്നെ ഇരിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. പക്ഷെ സിനിമയ്ക്ക് നല്ല അഭിപ്രായങ്ങൾ കിട്ടുന്നുണ്ട്, ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് നല്ല അഭിപ്രായങ്ങൾ കിട്ടുന്നുണ്ട്. നെഗറ്റീവ് പറയുന്നവരുണ്ട്. നെഗറ്റീവ് പറയുന്നവരെ നിങ്ങൾ നോക്കിയാൽ അറിയാൻ സാധിക്കും, ചെറുപ്പക്കാരാണ് ആ സിനിമയ്ക്ക് നെഗറ്റീവ് പറയുന്നത്. ഫാമിലി ആയിട്ട് വന്ന ഓഡിയൻസ് എല്ലാം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ ചെറുപ്പക്കാരെ, ബറോസ് ഇഷ്ടപ്പെടാത്ത ചെറുപ്പക്കാരെ മാത്രമാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമ ആകർഷിക്കുന്നത്. കാരണം ആ സിനിമ കണ്ട ഫാമിലീസ് എല്ലാം വളരെ പേടിപ്പിക്കുന്ന സിനിമയാണ്, ആരും കാണരുത് എന്നുള്ള അഭിപ്രായം ഓപ്പണായിട്ട് പറയുന്നത് കാണാൻ സാധിച്ചു. അവിടെ പക്ഷേ ഹെവി റെസ്പോൺസ് പറയുന്ന മറ്റൊരു വിഭാഗം എന്ന് പറയുന്ന ചെറുപ്പക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓരോ ക്രിസ്മസിന്റെ നമ്മൾ നോക്കിയാണ് എന്നുണ്ടെങ്കിൽ ഒരാഴ്ച പിന്നിട്ടു എന്നുണ്ടെങ്കിലും മാർക്കോയ്ക്ക് ഇനിയും ആയുസ് കിടക്കുന്നുണ്ട്. കുറഞ്ഞത് 2 ആഴ്ച കൂടി നല്ല രീതിയിലുള്ള ഓട്ടം കിട്ടാനുള്ള സാധ്യത മാർക്കോയ്ക്ക് കാണുന്നുണ്ട്. എന്നാൽ ബറോസിനെ സംബന്ധിച്ച് കുടുംബചിത്രമാണ്, കുടുംബചിത്രം ആക്ഷൻ സിനിമയല്ല, ഫാൻസിന് വേണ്ടിയുള്ള സിനിമയല്ല, അത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ചിത്രമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾ കയറുമ്പോൾ ഈ പറഞ്ഞ ഫാമിലിയും കൂടെ കയറും എന്നുള്ളത് കൊണ്ട് തന്നെ ആ സിനിമയ്ക്കും കളക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് എത്ര നാൾ നിലനിൽക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ സൂചിപ്പിക്കാം. കാരണം ഈ പറഞ്ഞ മാതിരി ഫാമിലി മാത്രമാണ് ആ സിനിമ ആസ്വദിക്കാൻ പോകുന്നത്. കണ്ട് എൻ്റെ അനുഭവമാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും മറ്റുള്ളവർ ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോകുന്നവർ ഒരുപക്ഷെ ഈ പറഞ്ഞ മാതിരി മോഹൻലാലിന്റെ സംവിധാനം ഒന്ന് കണ്ടേക്കാം എന്ന് കരുതി പോകുന്നവരല്ലാതെ വേറെ ആരെയും ഈ സിനിമ സന്തോഷിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും കുട്ടികളുടെ മൈൻഡോട് കൂടി തന്നെ ഇരുന്നാൽ മാത്രം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ബറോസ് എന്ന് പറയുന്നത്. അപ്പോൾ ആകെ മൊത്തം ടോട്ടൽ നമ്മൾ കലക്കി പറഞ്ഞ് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ആദ്യം പറഞ്ഞ ED എന്ന് പറയുന്ന ചിത്രവും അതുപോലെ തന്നെ റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന സിനിമയും ഈ 2 സിനിമകളും കളക്ട് ചെയ്യാൻ പോകുന്നതിനോടൊപ്പം തന്നെ കളക്ട് ചെയ്യാൻ ഒരിക്കലും പോകുന്നില്ല. വലിയ ഡിഫറൻസ് ഈ 2 സിനിമകൾക്കും ഇടയിൽ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഈ സിനിമകളുമായിട്ട് ആ സിനിമകൾക്ക് ഉണ്ടായേക്കാം. എന്നാൽ ഫൈനൽ വരുന്ന സമയത്ത് മാർക്കോയും ബറോസും നല്ല രീതിയിൽ തന്നെ മുന്നേറും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നിരുന്നാൽ പോലും 100 കോടി ബഡ്ജറ്റോളം വന്നിരിക്കുന്ന ബറോസ് എന്ന് പറയുന്ന സിനിമ തീർച്ചയായിട്ടും 100 കോടി കളക്ട് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നില്ല 100 കോടി കളക്ഷൻ ഈ സിനിമ നേടുമെന്നുള്ളത്. എന്നാൽ മാർക്കോയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കോ ഗ്യാരണ്ടി നമുക്ക് പറയാൻ സാധിക്കും 100 കോടിയിലേക്ക് മാർക്കോ എത്തുമെന്നുള്ളത്. കാരണം അതിനുള്ള ആ ഒരു പൊട്ടൻഷ്യലൊക്കെ ആ സിനിമയ്ക്കുണ്ട്, അത് ഓൾറെഡി തെളിയിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് ആ പടം കാണാത്ത ആളുകൾ, ആ പടം കാണണമെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ, അവർ മാത്രം കയറി കണ്ടാൽ പോലും പടം സിമ്പിളായിട്ട് 100 കോടിയിലേക്ക് എത്തും. അത്രയധികം ഫാൻസിന് ആ സിനിമ നേടിയിട്ടുണ്ട്. കുട്ടികളൊക്കെ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ സ്കൂൾ പൂട്ടിയൊക്കെ ഇരിക്കുന്ന കുട്ടികൾ മീൻസ് ചെറിയ പിള്ളേരല്ല, ഈ കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേർ ഇനിയായിരിക്കും ഒരുപക്ഷെ മാർക്കോയിലേക്ക് എത്താൻ പോകുന്നത്, അല്ലെങ്കിൽ കൂടുതലായിട്ട് വരാൻ പോകുന്നത്. ഈ പറഞ്ഞ അവര് കാണാത്ത അല്ലെങ്കിൽ മാർക്കോ കാണാത്ത ആളുകൾ കാണാൻ പോകുന്നത് ED എന്ന് പറയുന്ന സിനിമയാവാൻ സാധ്യത കാണുന്നില്ല. അത് പൂർണ്ണമായിട്ടും ബറോസ് എന്ന് പറയുന്ന സിനിമയായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഈ ക്രിസ്മസ് വിന്നറായിട്ട് വരാൻ സാധിക്കുന്നത് മാർക്കോ തന്നെയായിരിക്കും. 1-ാം സ്ഥാനം മാർക്കോ ആയിരിക്കും, 2-ാം സ്ഥാനം ബറോസ് എന്ന് പറയുന്ന സിനിമയായിരിക്കും. പിന്നെ അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങളോട് നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. കമ്മ്യൂണിറ്റി ടാബിൽ പോയിട്ട് നമുക്ക് വേണ്ടി വോട്ട് ചെയ്യുക. നമുക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.